രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ പാലക്കാട് നഗരത്തിൽ ഉയർന്ന ലോ ക്ലാസ് സഹാക്കന്മാരുടെ പ്രസംഗങ്ങൾ, നിലവിളികൾ നിങ്ങൾ കേട്ടായിരുന്നോ? അമ്മമാരെ, പെങ്ങന്മാരെ, സ്ത്രീകളെ, കുട്ടികളെ, നിങ്ങൾ നിരത്തിലിറങ്ങാതിരിക്കുക. പീഡനവീരൻ ഇതാ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കതകടച്ച വീടിനകത്തിരിക്കുക. നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇയാളുടെ വലയിൽ വീഴും. പീഡനവീരൻ ഇതാ പാലക്കാട് ഇറങ്ങിയിരിക്കുന്നു. ഒരു സൈക്കിളിൽ കോളാമ്പിയും കെട്ടിവെച്ചുകൊണ്ടുള്ള CPMൻ്റെ ഏറ്റവും ചീപ്പായ പ്രതിഷേധം. അല്ലെങ്കിൽ ഇത്തരം ലോ ക്ലാസ് പ്രതിഷേധങ്ങൾക്കല്ലേ നിങ്ങൾക്ക് കഴിയൂ എന്നുള്ള മറുചോദ്യങ്ങൾ. അമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ കതകടച്ച് അകത്തിരുന്നോളൂ. ഇതാ പീഡനവീരൻ നിരത്തിലിറങ്ങിയിരിക്കുന്നു. നിങ്ങളെ കാരണം ഭയന്ന് പല അമ്മമാരും പല പെങ്ങന്മാരും വീട്ടിൽ ഒളിച്ചിരിക്കുന്ന കഥകൾ പുറത്തു വരുന്നുണ്ട്. സഹാക്കളെ, ഒന്ന് സഹിക്കേ. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധം നടന്നില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാട് പ്രതിഷേധം നടത്തില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു. എന്നാൽ പ്രതിഷേധം ഏത് വിധേനയും ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷിനെ കാലു മടക്കി അടിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം CPMൻ്റെ ഭാഗത്തു നിന്നും കണ്ടത്. എന്നാൽ ശക്തമായി അദ്ദേഹത്തെ എതിർക്കുവാനോ അദ്ദേഹത്തെ തടയുവാനോ ഒരു കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വാസ്തവം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വളരെ മോശമായ ലോക്കൽ പ്രതിഷേധങ്ങളിൽ ഒന്നായിരുന്നു ഈ കോളാമ്പിയും കെട്ടിവെച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം. എന്തായാലും കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ പ്രധാനമായും മരണ വീടുകളിലേക്കാണ് അദ്ദേഹം പോയത്. മരണ വീടുകളിലേക്ക് എത്തുകയും പ്രാദേശിക സന്ദർശനം ഒക്കെയാണ് നടത്തിയത്. ഈ പ്രാദേശിക സന്ദർശന വേളയിൽ എമ്പാടും തന്നെ സ്ത്രീകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു. സ്ത്രീകൾ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്നവരുണ്ട്, അത് ഒന്ന് ചേർത്ത് പിടിക്കുന്നവരുണ്ട്, കെട്ടിപ്പിടിക്കുന്നവരുണ്ട്, എന്താ പറയുക, ഹസ്തദാനം കൊടുക്കുന്നവരുണ്ട്, തലയിൽ തലോടുന്നവരുണ്ട്. അങ്ങനെ നിരവധി അമ്മമാർ അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ഷോൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചതും ഒരു സ്ത്രീ തന്നെയാണ്. അമ്മ പെങ്ങന്മാരെ, പാലക്കാട്ടെ സ്ത്രീകളെ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഭയക്കുന്നില്ല എന്നതിൽ വളരെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, ആ വീഴ്ചയ്ക്ക് പ്രത്യേകിച്ച് തെളിവുകളില്ല, ആ വീഴ്ചയ്ക്ക് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ല, പരാതിക്കാരികളില്ല. അതുകൊണ്ട് തന്നെ മലയാളികളും ഒപ്പം പാലക്കാട്ടെ അമ്മമാരും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ വീണ്ടും സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു സ്നേഹമുണ്ടായിരുന്നു, ഒരു പ്രണയമുണ്ടായിരുന്നു, അവർ ഏറ്റവും അടുത്ത് ജീവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംഭാഷണത്തിലൂടെ ഉണ്ടായ ഫോൺ സംഭാഷണം എന്ന് പറഞ്ഞ് പുറത്തു വന്നതിൽ എന്താണ് യാഥാർത്ഥ്യം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പാലക്കാട്ടെ അമ്മമാർ കോൺഗ്രസിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അകറ്റിയ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്നും കോൺഗ്രസിൻ്റെ മൗന അനുവാദത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 38 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ മണ്ഡല സന്ദർശന ശേഷം വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടം ഓഫീസിലെത്തുകയും ചെയ്തു. MLA ഓഫീസിലെത്തിയാൽ ഞങ്ങൾ തടയും. അതായത് ആദ്യം പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എത്തി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ പ്രതിഷേധിച്ചില്ല എന്ന് BJPയോട് ചോദിക്കുമ്പോൾ BJP പറഞ്ഞത് MLA ഓഫീസിൽ വരട്ടെ, പാലക്കാടല്ലേ ഇറങ്ങിയുള്ളൂ, MLA ഓഫീസിൽ കാല് കുത്തിക്കില്ല, ഞങ്ങൾ കാല് കുത്തട്ടെ, അപ്പോൾ ഞങ്ങൾ കാട്ടിത്തരാം എന്നുള്ള വീമ്പിളക്കലായിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് അകമ്പടിയോടുകൂടി, പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് എന്ന് പറയുന്നു. അതിന് അദ്ദേഹം പറയുന്നത് വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല, കാരണം പ്രതിഷേധിക്കാൻ തയ്യാറായി നിൽക്കുന്നവരൊക്കെ പ്രതിഷേധിച്ചോട്ടെ, അതിന് ഞാൻ തടസ്സമല്ല, അവർ പ്രതിഷേധിച്ചോട്ടെ. പോലീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഏത് രീതിയിലായിരിക്കും പ്രതിഷേധിക്കുക എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് പോലീസ് സംരക്ഷണം തേടിയത് അത് തീർച്ചയായും സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ MLA ഓഫീസിൽ കൃത്യമായി എത്തി. MLA ഓഫീസിലേക്ക് വരാൻ രാഹുൽ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. രാഹുലിനെ കാണാൻ കഴിഞ്ഞില്ല MLA ഓഫീസിൽ എന്നൊക്കെ പറയുന്നവരോട് രാഹുൽ MLA ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. MLA ഓഫീസിൽ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായില്ല എന്ന് വേണം പറയാൻ. രാഹുലിനെ ഓഫീസിൽ വെച്ച് ഷാൾ അണിയിച്ചാണ് പ്രവർത്തകരിൽ ഒരാൾ സ്വീകരിച്ചത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് സമീപ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ഉണ്ടായിരുന്നു. പ്രധാനമായും സ്ത്രീകളുടെ പോസ്റ്റാണ് കൂടുതലും. അതിൽ എടുത്തു പറയേണ്ടത് നടി സീമാജി നായരുടെ പോസ്റ്റ് തന്നെയാണ്. സീമാജി നായർ മുൻപും ഈ വിവാദം വന്നതിന് ശേഷവും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോഴിതാ ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ
രാഹുൽ മാങ്കൂട്ട പാലക്കാടെത്തിയതിൻ്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സീമാജി നായർ. ഏറെ സന്തോഷം തോന്നിയ ദിവസമാണ് ഫേസ്ബുക്കിൽ കുറിച്ചു. അവർ കുറിച്ചത് ഇങ്ങനെയാണ്: ഏറെ സന്തോഷമായ ദിവസമാണ്. കേട്ട തെറികൾക്ക് കുറവൊന്നുമില്ല. തന്നെ സ്നേഹിക്കുന്നവരോട് കമന്റ് നോക്കരുതെന്ന് പറഞ്ഞുവെന്നും സീമ പറയുകയാണ്. സ്വതന്ത്രമായി ചിന്തിക്കുവാനും ജീവിക്കുവാനും പറ്റുന്ന നാട്ടിൽ പറയണമെന്ന് തോന്നിയ കാര്യം പറയുമെന്നും സീമ FB പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു. കേട്ട തെറികൾക്കും കുറവില്ല. കേട്ടാൽ അറയ്ക്കുന്ന പലതും കേട്ടു. എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കമന്റ് ബോക്സ് നോക്കരുത് എന്ന്. സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന ഈ നാട്ടിൽ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു തന്നെ പോകും. എനിക്ക് അങ്ങനെ ആകാനേ കഴിയൂ. ഇന്നേറെ സന്തോഷം തോന്നിയ ദിവസമാണെന്നാണ് സീമ കുറിച്ചത്. MLA ഓഫീസിൽ വെച്ച നിവേദനങ്ങളും രാഹുൽ വാങ്ങിയിരുന്നു. വിശദമായി എല്ലാം പിന്നീട് പറയാമെന്നും കാണാമെന്നും മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ഇപ്പോഴൊന്നും സംസാരിക്കുന്നില്ല. താൻ പറയുന്നതിലും അപ്പുറമാണല്ലോ വാർത്തകളെന്നും സാധാരണഗതിയിൽ അറിയുന്നത് പോലെ തൻ്റെ പരിപാടികളുടെ കാര്യങ്ങൾ അറിയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷേധങ്ങൾ പ്രശ്നങ്ങളല്ല എന്നും താനും ഒരുപാട് നടത്തിയതല്ലേ എന്നും നാളെ മണ്ഡലത്തിൽ തന്നെ, അതായത് കഴിഞ്ഞ ദിവസവും ഇന്ന് മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും രാഹുൽ പാലക്കാട് തന്നെ തുടർന്നു. രാഹുലിന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണ ഉണ്ട് എന്ന് പൂർണ്ണമായും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മണ്ഡലത്തിൽ എത്തിയതിനു ശേഷവും അത് കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പിന്തുണയുണ്ട്. അഭിവാദ്യം ചെയ്ത് ചേർത്ത് പിടിച്ചുമാണ് രാഹുലിനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത്. അതേസമയം രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രാവിലെ BJPയും DYFIയും രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ രാഹുൽ വാഹനത്തിൽ നിന്ന് ബോർഡ് മാറ്റിയിരുന്നു. യുവതിയുടെ ലൈംഗിക ആരോപണ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. എന്തായാലും പാലക്കാട് കണ്ടത് സ്ത്രീകളായ നിരവധി അമ്മമാർ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിക്കുന്നതും തലയിൽ തലോടുന്നതും വിഷമിക്കേണ്ട, ഞങ്ങളൊപ്പമുണ്ട് കൂടെ, ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന കാഴ്ചകളൊക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ അമ്മമാർ റിപ്പോർട്ടർ ചാനലിന് കൂടി കൊടുത്ത ഒരു മറുപടിയായിട്ടേ പറയും. കാരണം ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞത്, ഞങ്ങളൊരുത്തനെ വീട്ടിലിരുത്തിയിട്ടുണ്ട്. പൊന്നു സാറേ, ഒരാളെയൊക്കെ വീട്ടിലിരുത്താൻ അധിക സമയമൊന്നും വേണ്ട. ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാൽ മതി ഒരുത്തൻ്റെ കട്ടയും മോണ്ടും മുടങ്ങാൻ. അതാദ്യം മനസ്സിലാക്കും. കള്ളപ്പരാതിയൊക്കെ മതി, പിന്നീട് തെളിയിക്ക് വരെ കുറേ സമയം എടുക്കും. ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കൊക്കെ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ 100% പെർഫെക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ട് അവിടെ എത്തി. ഇത് റിപ്പോർട്ടർ ചാനലിനും DYFIക്കും CPMനും BJPക്കും SFIക്കും കുറേ കമ്മ്യൂണി സഹാത്തികൾക്കും ഒക്കെയുള്ള മറുപടി തന്നെയാണ്. അയാൾ അത്ര എന്താ പറയുക, പിന്നെ പൊട്ടനൊന്നുമല്ല. അയാൾ ധൈര്യശാലി തന്നെയാണ്. അയാൾക്കറിയാം എവിടെ എപ്പോൾ എങ്ങനെ വരണമെന്ന്. അതൊരു വരവ് തന്നെയായിരുന്നു.